നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനൊപ്പം ഈ രാജ്യത്ത് മറ്റ് 4 അസംബ്ലി മണ്ഡലങ്ങളിൽ കൂടി ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു, ബൈ ഇലക്ഷൻ. മലയാള മാധ്യമങ്ങൾ നിലമ്പൂരിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. അതുകൊണ്ട് അതേപ്പറ്റി 4 വാക്ക് പറയാൻ റെപ്രൈറ്റ് വോയിസ് ഉദ്ദേശിക്കുന്നു. അതായത് ആം ആദ്മി പാർട്ടിയുടെ ഒരു തിരിച്ചുവരവിന് കാരണമായി ഈ മറ്റ് 3 സംസ്ഥാനങ്ങളിലെ 4 സീറ്റിലേക്ക് നടന്ന ബൈ ഇലക്ഷൻ അസംബ്ലി സീറ്റുകളിലേക്ക്. അത് ഗുജറാത്തിൽ 2 അസംബ്ലി സീറ്റ് BJP ഭരിക്കുന്ന ഗുജറാത്തിൽ, AAP ഭരിക്കുന്ന പഞ്ചാബിൽ 1 സീറ്റ്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ബംഗാളിൽ 1 സീറ്റ്. അവിടുത്തെ ഫലം എങ്ങനെയായിരുന്നു? അവിടെ 2ഇടത്ത് ആം ആദ്മി പാർട്ടി ജയിച്ച് കരുത്ത് തെളിയിച്ചു. അതായത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ അരവിന്ദ് കെജ്രിവാളിന്റെ അദ്ദേഹം ഉൾപ്പെടെ തോറ്റു, മന്ത്രിമാരെല്ലാം തോറ്റു. AAP എഴുതിത്തള്ളിയ ഒരു കാലമാണ് പിന്നീട് കണ്ടത്, മാസങ്ങൾ. പക്ഷെ AAP ശക്തമായ തിരിച്ചുവരവാണ് ബംഗാളിലും ബംഗാളിലല്ല ഗുജറാത്തിലും പഞ്ചാബിലും കാഴ്ചവെച്ചിരിക്കുന്നത്. അതിന് ദില്ലിയിലേക്കും പടർന്ന് പന്തലിച്ചാൽ AAPയെ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി എഴുതിത്തള്ളാറായിട്ടില്ല. അവർ തിരിച്ചു വരികയാണ്. ഒരുപക്ഷെ 4 കൊല്ലം 4 അല്ല 5 കൊല്ലം കഴിഞ്ഞ് ഡൽഹിയിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും ചിത്രം മാറിമറിയും എന്നതിന്റെ സൂചനകളാണ്. BJPക്കെതിരെ ദേശീയ തലത്തിൽ വടക്കേ ഇന്ത്യയിൽ ആം ആദ്മി പാർട്ടി അവരുടെ ഗ്രാസ് റൂട്ട് ലെവൽ സപ്പോർട്ട് ബേസ് ഉയർത്തുന്നു എന്നുള്ള സൂചനകളാണ് ഈ റിസൾട്ട് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം വിലയിരുത്തൽ അങ്ങനെയാണ്. നോക്കുക, ഈ 4 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ AAPയുടെ തിരിച്ചുവരവ് എങ്ങനെയെന്ന് നമ്മൾ കാണുക. ഗുജറാത്തിലെ വിസാവദർ മണ്ഡലത്തില് അത് AAPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടുത്തെ AAP MLA പേര് ഭൂപേന്ദ്രഭായ് ഗണ്ടുഭായ് എന്ന AAP MLA രാജിവെച്ചിട്ട് അദ്ദേഹം BJP ചേർന്നു. BJP ചേർന്നപ്പോൾ അദ്ദേഹം MLA സ്ഥാനവും രാജിവെച്ചു. അപ്പൊ അവിടെ ബൈ ഇലക്ഷൻ വന്നു. ബൈ ഇലക്ഷൻ വന്നപ്പോ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു. BJP പോയ അങ്ങേർക്കൊന്നും കിട്ടിയില്ല. 17,554 വോട്ടിനാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിസാവദറിൽ ഗുജറാത്തിൽ ജയിച്ചത്. മറ്റേ സീറ്റിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ കടിയ സിറ്റിംഗ് സീറ്റ് അവിടെ BJP തന്നെ അത് നിലനിർത്തി. അപ്പോ ഗുജറാത്തിൽ കോൺഗ്രസിനൊന്നുമില്ല. കോൺഗ്രസിന് പകരം ഗുജറാത്തിൽ BJPയുടെ ബദലായിട്ട് വരുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ആം ആദ്മി പാർട്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അവിടെ ഗുജറാത്തിൽ കോൺഗ്രസ് അപ്രസക്തമായി BJPയുടെ പ്രധാന പ്രതിപക്ഷം, ഭരണകക്ഷിയുടെ പ്രതിപക്ഷം ആം ആദ്മി പാർട്ടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. സൂറത്ത് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ഗണ്യമായ വിജയം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചു. അതിന്റെ അടുത്ത ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ ഈ നടന്ന ഇലക്ഷനിൽ AAP പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയ ആൾക്കെതിരെ മത്സരിച്ച ആ സീറ്റ് AAP തന്നെ നിലനിർത്തി എന്നുള്ള കാര്യം. ഇനി ലുധിയാന വെസ്റ്റ് നോക്കുക, പഞ്ചാബിൽ അവിടെ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. അവിടെ ആ സീറ്റും ലുധിയാന വെസ്റ്റ് സീറ്റും AAPയുടെ നേതാവ് സഞ്ജീവ് അറോറ അവിടെ ജയിച്ചു. ഭൂരിപക്ഷം 10,637 വോട്ട്. സിറ്റിംഗ് സീറ്റ് MLAയുടെ മരണത്തെ തുടർന്നാണ് അവിടെ ഇലക്ഷൻ നടന്നത്. അപ്പൊ അവിടെ ആം ആദ്മി പാർട്ടി ശക്തി തെളിയിച്ചു. ഭരണവിരുദ്ധ വികാരമൊന്നും അവിടെ ഉണ്ടായില്ല എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പിന്നെ പശ്ചിമ ബംഗാളില് സ്വാഭാവികമായിട്ട് TMC അവരുടെ സീറ്റ് നിലനിർത്തി. കാളിഗഞ്ച് സീറ്റിലാണ് ഇലക്ഷൻ നടന്നത്. അവിടെ 50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത്. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ 3 സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ, ബൈ ഇലക്ഷനുകളിൽ, അസംബ്ലിയിലേക്ക് നടന്ന ബൈ ഇലക്ഷനിൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് UDFന് ജയം കിട്ടിയത്. മറ്റ് 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല. അവിടെ പ്രധാന നേട്ടം കൊയ്തത് ആം ആദ്മി പാർട്ടിയാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ദേശീയ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ട് നമ്മളിവിടെ പറയുകയാണ്.